ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കിടിലം അപ്ഡേഷനാണ്. അതായത് ഫേക്ക് ലോൺ ആപ്പിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് ഡെയിലി ഒരു 10-20 മെസ്സേജ് വാട്സപ്പ് വഴി വരാറുണ്ട്. സർ, ഈ ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് ഒന്ന് അയച്ചു തരാമോ? ഏത് ഫേക്ക് ആപ്പിൽ നിന്നാണ് നമുക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നത്? കുഴപ്പമില്ലാത്ത ഫേക്ക് ലോൺ ആപ്പ് ഏതാണ്? ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ എനിക്ക് ഡെയിലി വരാറുണ്ട്. ഞാൻ അങ്ങനെ ആരെയും എൻ്റർടൈൻ ചെയ്തില്ല ഈ ഇപ്പോൾ ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി. അതെടുത്താലുള്ള കോൺസിക്വൻസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ നിങ്ങൾ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ബുദ്ധിമുട്ടാകും. കാരണം നമുക്കറിയാമല്ലോ, ഒരുപാട് പേര് അനുഭവിക്കുന്നത് ഈ ഫേക്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സും മറ്റു കാര്യങ്ങളും എല്ലാം ഹാക്കാകും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല ഇഷ്യൂസ് വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഭയപ്പെടും. അത് പാനിക് ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഫേക്ക് ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുക്കരുത്. അത് ചില ആൾക്കാർക്ക് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ വളരെ കൂടുതലാണ്. ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, നമ്മൾ RBI അപ്രൂവ്ഡ് ലോൺ ആപ്പിൽ നിന്നും അല്ലെങ്കിൽ RBI അപ്രൂവ്ഡ് ലോൺ ആപ്പ് പോലെ ഇരിക്കുന്ന ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിത് RBI അപ്രൂവ്ഡ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലോൺ എടുക്കും. നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആകും. 6 ദിവസം കഴിയുമ്പോൾ അവിടെ വിളിയാകും, ആകെ ബഹളമാകും. അപ്പോൾ അങ്ങനെയൊരു വീഡിയോയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒന്നല്ല, ഒരു 10-25ഓളം സബ്സ്ക്രൈബേഴ്സ് ഒരു ക്രെഡിറ്റ് ബി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ഫേക്ക് ലോൺ ആപ്പിൽ ക്രെഡിറ്റ് മാംഗോ എന്നൊരു ആപ്പിൽ നിന്നും ലോൺ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, സർ ഇത് ഫേക്ക് ലോൺ ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബിയുടെ എന്തെങ്കിലും സഹോദര സ്ഥാപനമാണോ? അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആപ്പ് തികച്ചും ഫേക്കാണ്, ഫ്രോഡ് ആപ്പാണ്. ഒരു കാരണവശാലും നിങ്ങളതിൽ നിന്ന് ലോൺ എടുക്കരുത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, നിങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്റ്റ് ആക്സസ്, SMS, കോൾ ലോഗ് എല്ലാ ആക്സസ് അവർ ചോദിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഫേക്ക് ലോൺ ആപ്പ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയാനുള്ള പെട്ടെന്നുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ഇതിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ ഇമെയിലോ അങ്ങനെ ഒന്നും തന്നെ ചോദിക്കില്ല. വളരെ പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എടുത്ത് ചെയ്യുക. 6 ദിവസം കഴിയുമ്പോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, നിങ്ങളെ കൊണ്ട് ഹ്യൂജ് ഇൻട്രസ്റ്റിൽ എമൗണ്ട് അടപ്പിക്കുക. അത് ഞാൻ കാണിച്ചു തരാം, എൻ്റെ ആ ഒരു ട്രയൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഫേക്ക് ലോൺ ആപ്പിൽ നിന്നും ഒരു കാരണവശാലും ലോൺ എടുക്കരുത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് യൂണിയൻ ബാങ്കിൻ്റെ പേരിൽ ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരുപാടുള്ളതായിട്ട് കാണപ്പെടുന്നു. അതായത് നമ്മൾ ആ ഇൻ്റർഫേസ് കാണുമ്പോൾ ഫേക്ക് ലോൺ ആപ്പെന്ന് തോന്നുന്നില്ല, യൂണിയൻ ബാങ്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ്, യൂണിയൻ ബാങ്കിലെ ഗവൺമെൻറ് ബാങ്കുകളിലെ യാതൊരു ഇഷ്യൂസും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുന്നു. ഇത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഫേക്ക് ലോൺ ആപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ലോൺ ക്ലിക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് 6 ദിവസം കാലാവധി തരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് പേർക്കറിയാം, നമ്മുടെ ഈ ഒരു ചാനലുള്ള ഒരുപാട് പേർക്കറിയാം, അങ്ങനെ യൂണിയൻ ബാങ്കിന് അങ്ങനെ ആ ഒരു 7-day ലോൺ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഒരു ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ, ക്രെഡിറ്റ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിലൊന്നും തപ്പുണ്ട്, പ്ലേ സ്റ്റോറിലൊന്നും കിട്ടത്തില്ല, ആരും എടുക്കരുത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2000 മുതൽ 80,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗെറ്റ് നോ ഓപ്ഷൻ കൊടുക്കുക. നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 5000 രൂപ എടുക്കാം, 4000 രൂപ എടുക്കാം, 3000, 2000 രൂപ. നമ്മൾ 5000 രൂപ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 7 ദിവസം കാലാവധിയാണ്. പ്രോസസ്സിംഗ് ഫീസ് 2000 രൂപ. ഓക്കെ, ഒരു കാരണവശാലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ഒന്നാണ് 2000 രൂപ എന്നുള്ള ഈ ഒരു എമൗണ്ട്. അത് പ്രോസസ്സിംഗ് ഫീസ്. ഇൻട്രസ്റ്റ് റേറ്റ് അവർ കൊടുത്തിട്ടില്ല. ഡിസ്ബേഴ്സൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് 3000 രൂപ. റീപേയ്മെൻറ്റ് എമൗണ്ട് 5000 രൂപ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കൂ, എത്ര വലുതാണ് അവരുടെ ഒരു പറ്റിപ്പ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്ക് ഗെറ്റ് യുവർ മണി എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് നോക്കാം. അവിടെ നമ്മൾ ലൊക്കേഷൻസ്, SMS, ജിയോ ലൊക്കേഷൻ, കലണ്ടർ എല്ലാം ആക്സസ് അലോ കൊടുത്ത് നോക്കാം. ഓക്കെ, എനിക്കിത് സക്സസ് ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇനി ഇതിലുണ്ടാകുന്ന ഈ എമൗണ്ട് ഞാൻ അടയ്ക്കില്ല. അപ്പോൾ ഇതുണ്ടാകുന്ന ആ ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാൻ തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഈ ക്രെഡിറ്റ് ബിയുമായിട്ട് ആ ഒരു പേരിന് സാമ്യമുള്ളതുകൊണ്ട് ക്രെഡിറ്റ് മാംഗോ എന്നാണ് പേര്. അപ്പോൾ അവർ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ക്രെഡിറ്റ് ബി എന്ന ആ ഒരു പേരിൽ യോജിച്ച ഒരു പേരായതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്, എടുത്ത് കളയാം, സിമ്പിൾ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തുള്ളൂ. ആധാർ കാർഡോ പാൻ കാർഡോ ഒന്നും തന്നെ കൊടുത്തില്ല. ഈസി ആയിട്ട് എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്നാണ് കാണുന്നത് ഞാൻ ഇവിടെ.
അപ്പോൾ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഇഷ്യൂസോ വരികയാണെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താലും മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഫേക്ക് ലോൺ ആപ്പിൽ നിങ്ങൾ കയറി കളിക്കരുത്. ഇൻ കേസ് ഒരുപാട് പേര് ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിതിനെക്കുറിച്ചൊരു ഭീഷണി മറ്റ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊരു ബോധ്യവുമല്ല. അപ്പോൾ അവർക്കത് കുഴപ്പമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവർ വിളിച്ചു, ഇവർ വിളിച്ചു, കരഞ്ഞു, പിടിച്ചു, സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇവർ ചില ആപ്പ് നിങ്ങളുടെ എന്താ പറയുന്നത് ഗ്യാലറിയും ആക്സസ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.